ആനയിറങ്കൽ ഡാം തുറന്നു. വേനൽക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന അണക്കെട്ടാണ് ആനയിറങ്കൽ. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. പൊന്മുടി ജലാശയത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആനയിറങ്കൽ അണക്കെട്ട് തുറന്നത്. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ആനയിറങ്കലിൽ കാലവർഷത്തിലും തുലാവർഷത്തിലും ചിന്നക്കനാൽ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സംഭരിച്ചു നിർത്തും. വൈദ്യുത ഉൽപാദനത്തിന്റെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ആനയിറങ്കൽ ജലാശയം തുറക്കുകയും പൊന്മുടിയിലേക്ക് വെള്ളം എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. 10 സെന്റിമീറ്റർ വീതം ഘട്ടം ഘട്ടമായിട്ടാണ് ഷട്ടർ ഉയർത്തിയത്. ഒരു ദിവസം 1 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം പൊന്മുടിയിലേക്ക് ഒഴുക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് പറഞ്ഞു. പൊന്മുടിയിലെ വെള്ളത്തിന്റെ ലെവല് താഴുമ്പോഴാണ് സാധാരണ ആനയിറങ്കലിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നത്. ഇപ്പോൾ പൊന്മുടിയിലെ ഇന്നത്തെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് 43.62% മാത്രമാണ്. അപ്പോൾ കേരളത്തിലെ വൈദ്യുതോൽപാദനം നിയന്ത്രിക്കുന്നത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ലോഡ് ഡെസ്പാച്ച് സെന്ററിൽ നിന്നാണ്. ഈ ലോഡ് ഡെസ്പാച്ച് സെന്ററിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പന്നിയാറിലെ ജനറേഷൻ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആനയിറങ്കലിൽ നിന്ന് വെള്ളം പൊന്മുടി ഡാമിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു ദിവസം 1 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം 24 മണിക്കൂർ കൊണ്ട് പൊന്മുടി ഡാമിലേക്ക് ഒഴുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു സെക്കൻഡിൽ 11.57 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് വെള്ളം ഒഴുക്കി വിടുമ്പോൾ ഒരു ദിവസം 1 MCM എന്നുള്ളൊരു കണക്കിലാണ് വെള്ളം ഒഴുകുന്നത്. ഏകദേശം ഒരു 40-45 ദിവസം കൊണ്ട് അപ്പോൾ ഇതിലെ ആനയിറങ്കലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം പൂർണ്ണമായും പൊന്മുടിയിലേക്ക് ഒഴുകിയെത്തും. വേനൽക്കാലത്ത് തുറന്നുവിടുന്ന അണക്കെട്ടെന്ന പ്രത്യേകതയും ആനയിറങ്കലിനുണ്ട്. ഡാം പൂർണ്ണമായും വറ്റിച്ചതിനു ശേഷം മെയ് അവസാനത്തോടെ ഷട്ടർ അടയ്ക്കും.